വളരെ ഭയാനകം കേട്ടോ. ഇതാണ് വീട്. ഞാൻ ഉദ്ദേശിച്ചില്ല ഇത്രയും ബുദ്ധിമുട്ടിലാണ് വീടിരിക്കുന്നതെന്ന് ഞാൻ ചിന്തിച്ചില്ല. വേറെ അങ്ങോട്ട് മാറാനുള്ള സൗകര്യമില്ല അല്ലേ? ഭയങ്കര കഷ്ടം കേട്ടോ. ഞാൻ ഓർത്തില്ല, ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴും ഇത്രയും പ്രയാസപ്പെട്ടാണ് നിങ്ങൾ ജീവിക്കുന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അതാ കേട്ടോ, വീട് പണിയാനുള്ള കയറ് വലിച്ചു കെട്ടി ജപ്തിയാക്കി. നിങ്ങൾ എങ്ങനെ ഇതിന്റെ അകത്ത് താമസിക്കുന്നു? നിങ്ങൾ എങ്ങനെ കിടന്നുറങ്ങുന്നു ഇതിന്റെ അകത്ത്? ഇപ്പൊ ആരും കാണാൻ ഇവിടെ സമൂഹത്തിൽ ആരും ഇല്ലേ? നിങ്ങൾ ഇവിടുത്തെ ഒരു അവസ്ഥ കണ്ടല്ലോ. ഇങ്ങനെയും കുറെ കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. സാരമില്ല, മഴ നനയട്ടെ. നിങ്ങൾ ഇതിൽ കൂടെ അനുഭവിക്കുന്നില്ലേ എല്ലാ ദിവസവും. പിന്നെ നമ്മളൊരു മഴ നനഞ്ഞു എന്ന് പറയുന്നത് വലിയ കാര്യമൊന്നുമില്ല. ഹലോ, നമസ്കാരം. ചാൻസ്പോർട്ട്, ഞാൻ നിങ്ങളുടെ സ്വന്തം തോന്നി വാങ്ങിച്ച. നമ്മൾ ഇന്നിവിടെ നിൽക്കുന്നത് ചെങ്ങളം ഭാഗത്താണ്. വെള്ളത്തിൻ്റെ നടുക്ക് ഒറ്റയ്ക്ക് ജീവിച്ച് ആരും അറിയത്തില്ല കുറേ ബുദ്ധിമുട്ടുകളായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബത്തെ കാണാനും അവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുമാണ് നമ്മൾ ഇന്ന് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. നമുക്ക് അങ്ങോട്ട് പോകാം, ബാ. ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴും ഇത്രയും പ്രയാസപ്പെട്ടാണ് നിങ്ങൾ ജീവിക്കുന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഭയങ്കര കഷ്ടം. അതായത് ഒരു കുടുംബം ഉറങ്ങുന്നതും അവർ ഭക്ഷണം കഴിക്കുന്നതും അവർ ബാത്റൂം യൂസ് ചെയ്യുന്നതും ഇങ്ങനെയൊരു ഷെഡ് പോലെയുള്ള ഒരു വീട്ടിൽ ഇരുന്നാണ്. ഇവിടെ എങ്ങനെയാ നിങ്ങള് നടക്കാൻ ചേട്ടന് ബുദ്ധിമുട്ടാണോ? ഒരറ്റാക്കും വന്നു, പിന്നെ അതുപോലെ തന്നെ 2 ബ്ലോക്കും, പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ക്രിയാറ്റിൻ ഉണ്ടായി. അറ്റാക്കും ബ്ലോക്കും വന്നു അല്ലെ? നിങ്ങൾ എങ്ങനെ ഇതിന്റെ അകത്ത് താമസിക്കുന്നു? നിങ്ങൾ എങ്ങനെ കിടന്നുറങ്ങുന്നു ഇതിന്റെ അകത്ത്? ഇപ്പൊ ആരും കാണാൻ ഇവിടെ സമൂഹത്തിൽ ആരും ഇല്ലേ? ഈ ഷെഡിൽ താമസിക്കുന്ന ഒരു കുടുംബത്തെ ഇവിടെ ആരും കാണാനില്ല. ഇത് ശ്രദ്ധിക്കാനോ ഒന്നും ആരും ഇല്ല ഇവിടെ. ഈ നാട്ടിലൊന്നും ആരും ഇല്ല. ബന്ധപ്പെട്ടവരൊന്നും ഇല്ല. ആരും കൈവച്ച് സഹായിക്കാനില്ല. നിങ്ങൾ 3 പേരും ഇവിടെയാണോ താമസിക്കുന്നത്? ഒരു കുടുംബം താമസിക്കുന്ന വീടാ കേട്ടോ. നിങ്ങളൊന്ന് കാണണം. ഞാനിപ്പോ ഇവിടെ വന്നത് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അറിയാനും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളൊക്കെ എന്നെ കൊണ്ട് ചെയ്യാനും ആയിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. വേറൊരു കാര്യം കൊണ്ട് അറിഞ്ഞിരുന്നു, നിങ്ങൾ ഒരു വീടുണ്ടായിരുന്നു നേരത്തെ. അവിടെ വീടുണ്ടായിരുന്നു, അപ്പം നിങ്ങൾ അത് ജപ്തിയായി അല്ലേ? നിങ്ങൾ ഇവിടുത്തെ ഒരു അവസ്ഥ കണ്ടല്ലോ. ഇങ്ങനെയും കുറെ കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. അതായത് നമ്മൾ പോലും നടക്കുമ്പോൾ നമുക്ക് പേടിയാണ്, താഴോട്ട് വീഴുവോ, തട്ടി വീഴുവോ എന്നുള്ള. ഒരാഴ്ച 2 or 3 കൂലിപ്പണി ആയിട്ട് 2 or 3 പരിപാടിയെ കിട്ടുന്നുള്ളൂ. അതിൽ 3 പ്രാവശ്യം മരുന്ന് മേടിക്കാനേ തികയുന്നുള്ളൂ ആൾക്ക്. ഇതാണോ ആ വീട് പണിയാനായിട്ട്? പലയിടത്തും പോയി കണ്ടു. അപ്പൊ ഞങ്ങൾക്ക് സ്ഥലം പൈസ തരാമെന്ന് പറഞ്ഞിട്ടാണ് ഈ വീട് എന്തായാലും ശരിയാകാത്താണ് പൊളിച്ചത്. സമയമായപ്പോഴത്തേക്ക് പുള്ളി കൈ നടത്തി. ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ബാങ്കുകാർ വന്ന് പരിപാടി. അതാ കേട്ടോ, വീട് പണിയാനുള്ള കയറ് വലിച്ചു കെട്ടി ജപ്തിയാക്കി അല്ലേ? ഈ ഒരു മാസം കൊണ്ട് അവർ നോക്കിയിട്ട് പിന്നെ ലേലം ചെയ്യുമെന്ന് പറഞ്ഞു. അടുത്ത നോട്ടീസ് ബാങ്കിൽ നിന്ന് ലേലം ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ ഇത് പറയാൻ കാര്യം എന്താണെന്ന്, നമ്മൾ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് ഒരു വ്യാപാരി മരണപ്പെട്ടു. നിങ്ങൾക്ക് എല്ലാം അറിയാം. ഒരു കടുങ്കൈ ചെയ്തു. ആ കടുങ്കൈ ചെയ്യാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, വീട്ടിൽ ജപ്തി വന്നു, ഭീഷണി കാര്യങ്ങളും എല്ലാം വന്നതുകൊണ്ടാണ് ആ വ്യാപാരി മരണപ്പെട്ടത്. പക്ഷേ നമ്മളിപ്പോഴും പറയുന്നത്, ഞാനൊരു കാര്യമേ എല്ലാ ബാങ്കുകാരോടും പറയുന്നുള്ളൂ, നിങ്ങൾക്ക് പറ്റാവുന്ന ചെയ്താൽ മതി. കൊടുക്കാൻ പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾ ബാങ്കിൽ നിന്ന് ലോൺ കൊടുത്താൽ മതി. കൊടുത്തതിന് ശേഷം ഇങ്ങനെയുള്ള പാവങ്ങളെ ബുദ്ധിമുട്ടിക്കോ ഇവരെ സങ്കടപ്പെടുത്തുകയോ ഒരിക്കലും ചെയ്യരുത്. ദൈവം പോലും പൊറുക്കില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ ദയവേ ചെയ്ത് ഒരു ബാങ്കുകാരും ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് പാവാവുന്ന നിങ്ങൾ ചെയ്താൽ മതി. എന്തിനാണ് ഈ പാവങ്ങളെ ശിക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ ലോൺ കൊടുത്തിട്ട് ഇവരുടെ കണ്ണുനീര്, ഇവരെ പോലെയുള്ളവരുടെ കണ്ണുനീര് കണ്ട്? കാരണം കഴിഞ്ഞ ദിവസം ആ വ്യാപാരിക്ക് സംഭവിച്ച പോലെ തന്നെ നാളെ ഒരാൾക്ക് സംഭവിച്ചുകൂടാ എന്നില്ല. ഇതുപോലെ തന്നെ പലർക്കും സംഭവിക്കുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ സമൂഹത്തിൽ നമ്മളെപ്പോലെയുള്ള ജനങ്ങൾ അതിന് ഒരു വിധത്തിലും സമ്മതിക്കരുത്. അതിനൊരിക്കലും ഒരു വിധത്തിലും മുന്നോട്ട് പോകാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത്. അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കണം. കാരണം ഈ 4 ചുറ്റും വെള്ളത്തിൽ കിടക്കുന്ന ഇതുപോലെയുള്ള കുടുംബത്തിന് ജപ്തി ഭീഷണിയും കാര്യങ്ങളും വരുമ്പം അത് ഒരിക്കലും താങ്ങാതെ, ഏത് ബാങ്കും ആയിക്കോട്ടെ, ഞാൻ ഒരു പ്രത്യേക ബാങ്കുകൾ ഞാൻ പറയുന്നില്ല, ഞാൻ ആരെയും എടുത്ത് പറയുന്നുമില്ല. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബാങ്കുകാർ ഒരു കാര്യം ചെയ്യുക, പറ്റാവുന്ന മാത്രം നിങ്ങൾ കൊടുക്കുക, പറ്റാമെങ്കിൽ മാത്രം നിങ്ങൾ കൊടുക്കുക. നിങ്ങൾ ഈ കുടുംബത്തിൻ്റെ അവസ്ഥ കണ്ടു. എന്നെ കൊണ്ട് പറ്റാവുന്ന ഒരു ഫണ്ട് ഞാൻ കൊടുക്കുകയാണ്.
ചെങ്ങളം കുമരകം ഏരിയ എന്ന് പറയുന്ന എല്ലാവരും സ്നേഹിക്കുന്ന പോലെ തന്നെ ഏറ്റവും കൂടുതൽ എൻ്റെ ഒപ്പം നിൽക്കുന്ന എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരുള്ള ഏരിയയാണ്. അതുകൊണ്ടാണ് ഞാൻ ഉടനെ തന്നെ ഓടി വന്നത്. ഇതുപോലെയുള്ള പല സ്ഥലങ്ങളിൽ ചെല്ലാറുണ്ടെങ്കിൽ ഇങ്ങോട്ട് തന്നെ ഞാൻ ഓടി വന്നു. അപ്പോൾ എന്നെ കൊണ്ട് പറ്റാവുന്ന ഒരു ഫണ്ട് സ്വീകരിക്കുക കേട്ടോ. ഇനി ദൈവം അനുഗ്രഹിക്കട്ടെ. ബാക്കി എല്ലാ കാര്യങ്ങളും ദൈവം മുന്നോട്ട് നടത്തിക്കോളും. കാരണം നമ്മളൊരു കുടുംബത്തിൽ വരിക എന്ന് പറഞ്ഞാൽ അത് മുന്നോട്ട് എല്ലാ കാര്യങ്ങളും ദൈവം നടത്തിക്കോളും. അപ്പം ഇങ്ങനെയുള്ള കുടുംബത്തിൻ്റെ എല്ലാ അവസ്ഥ കണ്ടു നിങ്ങൾക്കെല്ലാം മനസ്സിലാക്കാം. നമ്മളെല്ലാം താമസിക്കുന്ന മണിമാളികയിലും കാര്യങ്ങളിലും എല്ലാം നമ്മൾ താമസിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള വീടുകളൊന്നും കാണുന്നില്ല. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ട് സമൂഹത്തിൽ, അത് കാണണം. ഓക്കെ, നമുക്ക് അടുത്ത വിശേഷങ്ങളുമായിട്ട് വരുന്നതിന് വരെ ബൈ ബൈ. അച്ചായൻസ് കോളേജ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ജോണി വർക്കിച്ചാണ്.